വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഓരോ ദിവസം കൂടി തന്നു. വാസ്തവത്തിൽ ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. കാരണം നിത്യതയെക്കുറിച്ച് നമുക്കൊരു നല്ല ദർശനമുണ്ട്. കർത്താവ് ഈ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞാൽ കർത്താവ് ഒരിക്കലും ഫോഷ്ക്ക് പറയുകയില്ല. കള്ളം പറയാൻ ദൈവം മനുഷ്യനല്ല. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കാൻ വരും. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ എപ്രകാരം ഒരുങ്ങിയിരിക്കേണ്ടവരാണ്. ആ ഒരുക്കത്തെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു അറിവുണ്ടായിരിക്കുന്നത് എത്ര നല്ലതാണ്. അപ്പം നമ്മൾ സേവിക്കുന്ന ദൈവം അത് സാക്ഷാൽ ദൈവം തന്നെയാണോ, ആ ദൈവം എങ്ങനെയുള്ള ദൈവമാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കർത്താവായ യേശു ക്രിസ്തു ആരാണ്? സാക്ഷാൽ സത്യദൈവമാണ്. ദൈവം ഏകനാണ്. ആ ഏക ദൈവത്തിൽ മൂന്നാളത്വങ്ങളുണ്ട്. അങ്ങനെ ആ മൂന്നാളത്വമുള്ളവരിൽ ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാണ് നാം ഈ ദിവസങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കതെല്ലാം നല്ല ഉറപ്പായി എന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പം ദൈവം എന്ന് നമ്മൾ ഒരാളെ അംഗീകരിക്കണമെങ്കിൽ ഇന്ന് ആൾദൈവങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ദൈവമാണോ? ഒരിക്കലുമല്ല. എന്നാൽ സാക്ഷാൽ സത്യദൈവം എന്ന് പറയുമ്പോൾ അവിടുന്ന് സർവജ്ഞാനിയായിരിക്കണം, സർവശക്തനായിരിക്കണം, സർവവ്യാപിയായിരിക്കണം, അവർ എന്നേക്കും നിലനിൽക്കുന്നവനായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ദൈവം, അങ്ങനെ ഒന്നാണ് ദൈവം. അവിടുന്നാണ് എല്ലാത്തിനെയും സൃഷ്ടിതാവ്. അങ്ങനെ സൃഷ്ടിതാവായ യഥാർത്ഥ ആ ഏക സത്യ ദൈവത്തെ തിരിച്ചറിയുക. അപ്പൊ ഇതെല്ലാം ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണെന്നാണ് തിരുവെഴുത്ത് നമ്മളെ ഉപദേശിക്കുന്നത്. അപ്പൊ തിരുവെഴുത്തെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ എഴുത്തുന്നാണ്. അതിൽ പറയുന്നതെല്ലാം സത്യമാണ്. അതിലൊന്നിനും നമുക്ക് സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ ആ ദൈവത്തിന്റെ ഈ 4 ഗുണസവിശേഷതകളിൽ ഒരു കാര്യം നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. ഇന്നലത്തെ പഠനത്തിൽ നമ്മൾ കർത്താവിന്റെ പേരിനോട് ചേർന്ന് ഈ ഒരു കാര്യം കൂടി, ക്രിസ്തു സർവശക്തനാണ്. അവൻ ലോകത്തിന്മേൽ അധികാരമുണ്ട്, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്, പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്, മരണത്തിന് മേൽ അധികാരമുണ്ട്. എല്ലാറ്റിനുമേലും അധികാരമുള്ളവനാണ് താൻ സർവശക്തനായ ദൈവമായിട്ട് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് ഞാൻ രണ്ടാമത്തെ കാര്യം പറയാം. അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാണ്. അവിടത്തേക്ക് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഇത് നമ്മൾ വളരെ ഗഹനമായിട്ട് ഇപ്പൊ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വിചാരങ്ങൾ, ഭാവങ്ങൾ, നിരൂപണങ്ങൾ എല്ലാം അറിയുന്ന ഒരു ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. അവിടുന്ന് സർവജ്ഞാനിയാണ്. അവിടത്തേക്ക് സകലരുടെയും ജീവിതത്തിന്റെ സകല ചരിത്രവും അറിയാം. അവിടുത്തെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള സകല കാര്യങ്ങളും അറിയാവുന്നവനാണ് നമ്മുടെ ദൈവം. പലപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ദൈവത്തോട് ഇടപെടുമ്പോൾ പലരും ഈ അറിവ് വെച്ച് ഇടപെടാറില്ല. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ തന്നെ ഓരോരുത്തരുടെ ചില പ്രക്രിയകൾ കാണുമ്പോൾ അവർ ദൈവ സാന്നിധ്യ ബോധമില്ലാതെ ജീവിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെടാറുണ്ട്. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ അറിവ് നമുക്ക് വേണ്ടേ പ്രിയമുള്ളവരെ? നമ്മുടെ ദൈവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം വരേണ്ടത്? ദൈവത്തോടുള്ള ഭക്തി എങ്ങനെയായിരിക്കണം? മനുഷ്യനെ നമുക്ക് പുറമേയുള്ള ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ വഞ്ചിക്കാൻ പറ്റും, അല്ലേ? നമ്മൾ അത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിച്ചവർ എന്നാണ് 2 തിമോത്തി 3:5 അവസാനം നമ്മൾ വായിക്കുന്നത്. അത് അന്ത്യകാല ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഭക്തിയുടെ വേഷം ധരിച്ച് നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ തന്റെ ഭക്തനായിട്ട് കൈക്കൊള്ളുമോ? ഒരിക്കലുമില്ല. കാരണം ദൈവത്തിന് നമ്മുടെ എല്ലാം നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ഉൾപ്പുകളെ ആരാഞ്ഞറിയുന്നവൻ, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ, നിരൂപണങ്ങളെ എല്ലാം ദൂരത്തുനിന്ന് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അല്ലാതെ ഒരു വിഗ്രഹമല്ല. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. അങ്ങനെ ഒരു വിഗ്രഹമല്ല നമ്മുടെ ദൈവം. അങ്ങനെ ഇന്നും അങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുന്ന എത്രയോ ലോകപ്രകാരം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും IAS അങ്ങനെയുള്ള എത്രയോ വിദ്വാൻമാർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. എന്നാൽ അവരിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ തൻ്റെ
ഈ സത്യത്തെ അറിയുവാൻ, സത്യം അറിയുന്ന ഒരു വ്യക്തിയാക്കി ദൈവം നമ്മളെ തീർത്തു എന്നുള്ളത് തന്നെ എത്ര അഭിമാനകരമായ കാര്യമാണ്. നമ്മൾ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവത്തിന് നമ്മളോട് ഈ തലമുറയിൽ പ്രീതി തോന്നി, കരുണ തോന്നി. കർത്താവ് നമ്മളിൽ പ്രസാദിച്ചു. നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിന് കൃപ തോന്നണം എന്നുള്ളവരോട് കൃപ തോന്നി. ദയ ചെയ്യുവാനായിട്ട് ദൈവത്തിന് മനസ്സിൽ ഉണ്ടായതുകൊണ്ട് നമ്മളോട് ദയ ചെയ്തു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം ദൈവത്തോട് കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ കർത്താവ് സർവജ്ഞാനിയാണ് എന്നുള്ള ആ വിഷയം നോക്കുക. നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. അവിടുന്ന് എല്ലാം അറിയുന്നു. ഒരിക്കൽ നമുക്കറിയാം, കർത്താവ് ശമരിയയിലൂടെ പോകാനിടയായി. അപ്പോൾ കർത്താവിന് വിശന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാനായിട്ട് ശിഷ്യന്മാരെല്ലാവരും പോയി. ആ സമയത്ത് ഒരു ശമരിയ സ്ത്രീ അവിടെ വെള്ളം കോരുവാനായിട്ട് വന്നു. അവള് മറ്റുള്ളവരാരും വരാത്തൊരു സമയം നോക്കിയാ വന്നത്. അപ്പോൾ ആ ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ കർത്താവ് അവളോട് കുടിക്കുവാൻ വെള്ളം ചോദിക്കുന്നു. അപ്പോൾ അവള് കർത്താവിന്റെ വേഷവിധാനം കൊണ്ട് തന്നെ താനൊരു യഹൂദനാണെന്ന് മനസ്സിലാക്കി, യഹൂദനായ നീ ശമരിയ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നോ എന്ന് പറഞ്ഞാൽ അവർക്ക് തമ്മിലൊരു ബന്ധമില്ല. ഒരിക്കലും ശമരിയുടെ കയ്യിൽ നിന്ന് ഒന്നും യഹൂദന് വാങ്ങി കുടിക്കുകയോ കഴിക്കുകയോ ഒന്നും ചെയ്യല. അങ്ങനെ വന്നപ്പോൾ അവൾ ചോദിക്കുക. അപ്പോൾ കർത്താവ് പറയാണ്, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു. അയ്യോ, അപ്പൊ ഇത് കേട്ടപ്പോ അവർക്കൊരു വലിയ അതിശയം. അതെങ്ങനെയാ, നിന്റെ ബക്കറ്റൊന്നും ഇല്ലല്ലോ, നിനക്കത് കോരിയെടുക്കാനായിട്ട് തൊട്ടി വേണ്ടേ? അതൊന്നുമില്ലല്ലോ, കയറും തൊട്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കർത്താവ് അവൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് കേട്ട അവൾ പറയുകയാണ്, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കത് ജീവവെള്ളം വേണം. ആ ജീവജലത്തിൽ നിന്നും കുടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഉടനെ കർത്താവ് പറയുന്ന കാര്യമാണ്, നീ പോയി നിന്റെ ഭർത്താവിനോട് വിളിച്ചോണ്ട് വരാൻ. ഭർത്താവിനോടും കൂടെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അവൾക്കൊരു ഞെട്ടല്ലേ. നോക്കണം. അപ്പോൾ അവളൊരു നല്ലൊരു അഭിനയമൊക്കെ അഭിനയിച്ചു. ഞാൻ ആ ഭാഗം മാത്രം നിങ്ങൾ വായിച്ചേപ്പിക്കും. ഒരുപാട് നിങ്ങൾക്കിതൊക്കെ അറിയാവുന്നതാണ്, എങ്കിൽ ഞാൻ അതിൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. അപ്പോൾ ഇവിടെ നോക്കണം, സ്ത്രീ അവനോട് പറയാം. അപ്പൊ ഒക്കെ മനസ്സിലായി, എന്റെ ജീവിതത്തെ അവന് വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചതുപോലെ ഇവൻ വെറും ഒരു യഹൂദനല്ല, ഇവനൊരു പ്രവാചകനാണ്. നോക്കുക, കർത്താവിനോട് നമ്മൾ കൂടുതൽ അടുത്ത് പെരുമാറും തോറും കർത്താവിന് നമുക്ക് കൂടുതൽ അറിയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശുദ്ധന്റെ ഏറ്റവും വലിയ കർത്തവ്യം നമ്മൾ കർത്താവിനോട് കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ 1 കൊരിന്ത്യർ 2:16 അവസാനം വായിക്കുന്നുണ്ട്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ശരിയാണോ? നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടോ? നമ്മളതൊക്കെ വായിച്ചു വിട്ടേച്ചും അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെയൊക്കെ അങ്ങ് തൃപ്തിപ്പെട്ട് പോവുക. എന്നാൽ നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നാം യഥാർത്ഥമായും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണോ? നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് കർത്താവിലേക്ക് നേടണം എന്നുള്ള ആ വലിയ ആഗ്രഹമുണ്ടോ? ഇവിടെ ഈ ശമരിയ സ്ത്രീയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഈ സംസാരിക്കുന്ന വ്യക്തി ഒരു സാധാരണ യഹൂദനല്ല, ഒരു പ്രവാചകനായിട്ട് തന്നെക്കുറിച്ച് താൻ പറയുകയാണ്. കാരണം തൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ട് കിട്ടുമെന്നുള്ളൊരു അറിവ് അവളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമുക്ക് ആ സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ നാം കാണുന്നത്, അവൾ ആ
കുടം അവിടെ വെച്ചിട്ട് അവള് തൻ്റെ ദേശത്ത് ചെന്ന് ഒരു വലിയ സാക്ഷ്യം പറയുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ 29 വാക്യം മാത്രം വായിക്കാം. 29 അവിടെ 29 ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ഉണ്ടോ? അപ്പൊ ശമര്യരും ക്രിസ്തുവിനെ കാത്തിരിക്കുക, മസിഹായെ കാത്തിരിക്കുക. അപ്പോൾ ഇവൾക്കൊരു കാര്യം ബോധ്യമായി, ഇവൻ ഒരു സാധാരണ യഹൂദനല്ല, ഇവൻ സാധാരണ രീതിയിൽ ഒരു പ്രവാചകനുമല്ല, ഇവൻ ക്രിസ്തു തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഈ കാര്യം പോയി അവളുടെ നാട്ടുകാരോടെല്ലാം പോയി വിളിച്ചു പറയുകയാണ്. അതിനവളൊരു ഒരു തെളിവ് പറയുന്നത്, എൻ്റെ ജീവിതത്തെ മുഴുവനും വരച്ച് കാണിച്ച ഒരു വ്യക്തി, എന്നെ പൂർണ്ണമായും അറിയുന്ന ഒരു വ്യക്തി. ദൈവമക്കളെ, നമ്മളതാ മനസ്സിലാക്കണ്ടേ. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മളിൽ എന്ത് പാടില്ല? നമ്മളിൽ യാതൊരു അഭിനയവും പാടില്ല. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കൂട്ടരാണ് അഭിനയക്കാർ. അപ്പോൾ നമ്മൾ വരുന്നത്, ദൈവസന്നിധിയിൽ വരുന്നത് എത്രമാത്രം ദൈവഭയത്തോടും ദൈവത്തോടുള്ള ആദരവോടും ബഹുമാനത്തോടും നന്ദിയുള്ള ഹൃദയത്തോടും ഒക്കെ ആയിരിക്കണം. പലപ്പോഴും പലരും ദൈവസന്നിധിയിലേക്ക് വരുന്നത് ഒരു സാമട്ടില്ല. ദൈവത്തെ അവരൊരു തൻ്റെ തോടനെ പോലെയൊക്കെയാണ് കാണുന്നത്. അതെന്ത് നിന്ദ്യമാണെന്നറിയാമോ? നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്ന ആ മഹത്വം, അവിടെ നിന്ന് നമ്മുടെ പിതാവാണ്. എന്നാൽ ആ പിതാവിനോടുള്ള ആ ബഹുമാനം, ആദരവ്, അത് നമുക്കുണ്ടോ? നമ്മളെ നന്നായി അറിയുന്ന, നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും എല്ലാം അറിയുന്ന, അവിടത്തേക്ക് ഒരു കാര്യം പോലും മറഞ്ഞിരിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുക, അങ്ങനെയുള്ള ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം? അതുകൊണ്ടാണ് സദൃശവാക്യം 4:23 എല്ലാറ്റിലും അധികം തൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളാൻ പറഞ്ഞത്. കാരണം ജീവന്റെ ഉത്ഭവം അവിടെ നിന്ന്. അപ്പം ജീവദാതാവ് നമ്മുടെ ഹൃദയത്തിൽ വാഴണമെങ്കിൽ നമ്മൾ എന്ത് പാടില്ല? ദൈവഹിതമല്ലാത്തതൊന്നും പാടില്ല. ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മളുടെ ഹൃദയം വളരെ നിഷ്കളങ്കമായിരിക്കണം. അബ്രഹാമിനെ വിളിച്ച ദൈവം അബ്രഹാമിനോട് പറഞ്ഞ എന്തുവാ? നീ എൻ്റെ മുൻപാകെ നിഷ്കളങ്കനായിരിക്കുക, നിഷ്കളങ്കനായിരിക്കുക. ഉൽപ്പത്തി 17:1 അവസാന ഭാഗം നോക്കണം. അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനങ്ങൾ അവർ കപടതയില്ലാത്തവരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. അവരുടെ ഹൃദയം നിർമ്മലമായിരിക്കണം. കർത്താവിൻ്റെ കർത്തൃത്വം അവരിൽ ഉണ്ടാകണമെങ്കിൽ അവർക്കൊരു വിശുദ്ധ ജീവിതത്തിനുള്ള ഏറിയ വാഞ്ചയുണ്ടായിരിക്കണം. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിന് ആ സ്ത്രീയെ ആ സംഭാഷണത്തിൽ നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ കർത്താവ് നമ്മുടെ വിചാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അറിയുന്നു. അപ്പൊ അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാണ് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ്. നമ്മൾ മറ്റൊരു കാര്യം മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, ഞാൻ അതിന്റെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ചുരുങ്ങിയത് വായിക്കണം. അപ്പോൾ അത് വായിക്കുന്നില്ല, ഞാൻ അതിന്റെ 8-ാം വാക്യം മാത്രം. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു. അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? അപ്പോൾ ഹൃദയത്തിലെ ചിന്തകളെ അറിയുന്ന ഒരു നല്ല കർത്താവ്. ഇവിടുത്തെ സംഭവം നമുക്കറിയാം. ഒരു പക്ഷപാത രോഗിയെ 4 ആൾ ചേർന്ന് അവിടെ കൊണ്ടുവരുന്നു. അവനോട് കർത്താവ് പറയുകയാണ്, പിന്നെ മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. നോക്കുക, അപ്പോൾ ആ പക്ഷപാതക്കാരനെ അവർ കൊണ്ടുവന്നത് അവന്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവന്റെ രോഗത്തിന് പിന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആ മൂല കാരണം പാപമായിരുന്നു. അവിടെ കർത്താവ് പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ട അവിടെ ഉണ്ടായിരുന്ന ചില ശാസ്ത്രിമാര് ഇരുന്ന്, അവൻ ദൈവദൂഷണം പറയുന്നത് എന്ത്,
ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. നോക്കണം. അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുന്ന എല്ലാവരുടെയും ഹൃദയ വിചാരങ്ങളെ ദൈവം കാണുന്നു, അറിയുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ശമൂവേലിനെ വിടുമ്പോൾ ഇസായിയുടെ മക്കളിൽ ഓരോരുത്തരെയായി വിളിച്ചുകൊണ്ടുവന്നു. അപ്പൊ ആദ്യ മകൻ ഏലിയാവിനെ കണ്ടപ്പോൾ ശമൂവേൽ വിചാരിച്ചു ഇവൻ തന്നെ ആയിരിക്കും അഭിഷിക്തൻ. അതെ, പ്രവാചകന്മാർക്കും തെറ്റുപറ്റാം. താൻ തൈലത്തും കൊമ്പൊക്കെ എടുത്ത് അഭിഷേകം ചെയ്യുവാനായിട്ട് ചെന്നപ്പോൾ ദൈവം പറഞ്ഞ്, ശമൂവേലേ നിൽക്കവിടെ, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. 1 ശമൂവേൽ 16:7 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നോക്കുക, ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ വരണം പ്രിയമുള്ളവരെ? നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ അറിയുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അല്ല ഇന്ന് ചിലരൊക്കെ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും ആ പാട്ടിന്റെ അർത്ഥമൊന്നും ഗ്രഹിക്കാതെ അവരിങ്ങനെ ആ മേളത്തിനനുസരിച്ച് ഇങ്ങനെ പാടിയൊക്കെ പോകും. ഹൃദയത്തിൽ നിന്നല്ല പാടുന്നത്. ചില പാട്ടൊക്കെ പാടുമ്പോൾ യഥാർത്ഥത്തിൽ ഹൃദയംഗമായി പാടിയാൽ നമ്മുടെ കണ്ണുകൾ നിറയും, നമ്മുടെ ഹൃദയം തകരും. എന്നാൽ ഇതൊന്നുമില്ല. കാരണം അറിയോ, നമ്മൾ ഒരു ജൽപ്പനം ചെയ്യുക. വാസ്തവത്തിൽ ഇതൊക്കെ ഒരു അഭിനയമായി മാറുകയാണ്. പാട്ടുപാടിയോ പാടി, എന്നാൽ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് പാടിയില്ല. നമ്മൾ ചെയ്യുന്ന എന്തും പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. അപ്പൊ ഇവിടെ പരീശന്മാരിങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ചു. ഇത് ചിന്തകളെ അറിയുന്ന ദൈവം, നമ്മുടെ ചിന്തകളെ നമുക്കറിയാം. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കർത്താവ് ചിന്തകളെ അറിയുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ലൂക്കോസ് 17-ാം അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ചിന്തകളെ അറിയുന്ന ദൈവം? അപ്പോൾ നമ്മൾ ലൂക്കോസ് 7-ാം അധ്യായം അതിന്റെ 36 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളതിന്റെ മൊത്തം 49 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ശിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കർത്താവിനെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ കർത്താവിന്റെ കാൽക്കൽ വന്ന് കണ്ണുനീർ കൊണ്ട് തന്റെ കാലുകൾ കഴുകുന്നു, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു, താൻ തൈലം പൂശി കർത്താവിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇത് കണ്ട ശിമോന്റെ ഉള്ളിൽ അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ ഉള്ളിൽ പറഞ്ഞുവെന്ന് അതിന്റെ 39-ാം വാക്യം. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. നോക്കണം, ഉള്ളിൽ പറഞ്ഞു, ഉള്ളിൽ തന്നോട് തന്നെ പറഞ്ഞ കാര്യം. നോക്കണം, നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് കാണുന്നു. നമ്മളൊന്ന് ചിന്തിക്കുക ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മൾ വാസ്തവത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് എത്രമാത്രം ബോധമുണ്ട്? ഓരോ സമയവും നമ്മുടെ ചിന്താഗതികളെ ദൈവം ഒന്ന് തൂക്കി നോക്കിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അത് ദൈവസ്നേഹത്തിൽ, ദൈവത്തിന്റെ ആത്മാവിൽ. ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ആത്മാവിൽ മാത്രമേ കഴിയൂ പ്രിയമുള്ളവരെ. ആത്മാവിനാൽ മാത്രമേ കഴിയൂ. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ആ അനുഭവം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ആ ശിമോനോട് കർത്താവ് പറയുന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ, നമ്മൾ ഹൃദയത്തിൽ പറയുന്നതിനെ കർത്താവ് കേൾക്കുന്നു. അയ്യോ, അദ്ദേഹത്തിന് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളിൽ സംസാരിച്ചത്. പക്ഷെ ദൈവം അത് കേട്ടു. കണ്ടോ? നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്.
അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ വീണ്ടും അവിടെ പരിശോധിക്കുമ്പോൾ നമ്മൾ മത്തായി 12-ാം അധ്യായം ഞാനിത് പറയുന്നത് നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാകുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു നല്ല ബോധ്യം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 25 വരെ വായിക്കണം. ഞാനത് വായിക്കാം. അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട്, അപ്പോൾ പുരുഷാരത്തിന്റെ സംസാരം കേട്ടിട്ട് പരീശന്മാർ പറയുന്നതാണ്, പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. നോക്കണം, അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്. അപ്പോൾ ഇത് അവര് തന്നെ പറഞ്ഞ കാര്യമാണ്. ഉടനെ തന്നെ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നെ ചിത്രിച്ചു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നെ ചിത്രിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നെ ചിത്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. അപ്പോൾ ഇവിടെ ഇത് അവർ ചെയ്ത വലിയ കഠിന പാപമാണ്. നമ്മൾ ചിന്തിക്കണം. ഇവിടെ കർത്താവ് കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ പരീശന്മാർ പറയുകയാണ്, ഇത് ബേൽസെബൂലിനെ കൊണ്ടാണ് സൗഖ്യമാക്കിയത്. നോക്കണം, ഇത് അവര് തങ്ങളുടെ ഉള്ളിൽ അവരോട് തന്നെ പറഞ്ഞത് കർത്താവ് കണ്ടു. അതാ പ്രിയമുള്ളവരെ, നമ്മള് പലപ്പോഴും പല കാര്യങ്ങളും കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും. നമ്മളോട് തന്നെ ഇങ്ങനെയൊക്കെ പറയും. അത് പാവമാണ്, അത് തെറ്റാ, അത് നമ്മുടെ ജീവിതത്തിലെ അറിവില്ലായ്മയാണ്. നമ്മൾ സേവിക്കുന്ന ആ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന് നമ്മൾ അറിയുന്നില്ല ഇതുവരെ. നമ്മൾ ശരിക്കും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ ശരിയായ നിലയിൽ സേവിക്കാൻ കഴിയൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. നമുക്കറിയാം, കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു, അല്ലേ? കർത്താവിന് തെറ്റുപറ്റിയോ? അതിലൊരുവൻ ആരായിരുന്നു? അതിലൊരുവൻ ഒരു പിശാചായിരുന്നു, അല്ലെങ്കിൽ തന്നെ ഒറ്റ കൊടുക്കാനുള്ളവനായിരുന്നു. ദൈവം അറിഞ്ഞില്ലേ? അറിഞ്ഞിരുന്നേ. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. അവിടുന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. നമ്മൾ ചിന്തിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ചിലർക്കൊക്കെ അങ്ങനെ, അയാൾ ഇങ്ങനെ ഒറ്റ കൊടുക്കുമെന്ന് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ശിഷ്യനായിട്ട് തിരഞ്ഞെടുത്തെന്നൊക്കെ ചില ചിന്താഗതികളൊക്കെ ഉണ്ടാവും. അയ്യോ, ഇതെല്ലാം തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിനാ, പ്രവചന നിവൃത്തിക്ക് വേണ്ടിയാ. കർത്താവിന്റെ ഓരോ കാഴ്ചപ്പാടുകളും തിരുവെഴുത്തിന് പ്രകാരമായിരുന്നു. തന്റെ ഈ ലോകത്തിലേക്കുള്ള വരവും തന്റെ ജീവിതവും തന്റെ ജനനവും തന്റെ ഉപദേശങ്ങൾ തന്റെ മരണം എല്ലാം തിരുവെഴുത്തിന് അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കർത്താവ് മുന്നമേ തന്നെ ഇതെല്ലാം നമ്മളെ അറിയിച്ചിരുന്നു. അപ്പം ഇസ്കറിയോത്ത് യൂദാവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ ചില പ്രസ്താവനകൾ ഞാൻ 1-2 കാര്യം നിങ്ങളെ പെട്ടെന്ന് ഓർപ്പിക്കാം. ആ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 64-ാം വാക്യം ഞാൻ വായിക്കാം. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവൻ എന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. നോക്കുക, കർത്താവ് ഈ കാര്യം ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. അപ്പൊ കർത്താവിന് തെറ്റുപറ്റിയോ? ഇല്ല. ഇനി അതിന്റെ 70-71 വാക്കുകൾ വായിക്കാം. യോഹന്നാൻ 6:70-71. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്നുത്തരം പറഞ്ഞു. ഇത്
അവൻ ശിമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദയെക്കുറിച്ച് പറഞ്ഞു, ഇവൻ 12 ഒരുവൻ എങ്കിലും അവനെ കാണിച്ചു കൊടുക്കാനുള്ളവനായിരുന്നു. മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര ഒരു വലിയ കാര്യമാണ്. അപ്പം എന്നിട്ടും ഇവനെ എങ്ങനെ കർത്താവ് സഹിച്ചു പോന്നു അല്ലേ? നമ്മുടെ കർത്താവിൻ്റെ ആ ജീവിതം അത് നമുക്ക് എത്രമാത്രം എല്ലാ നിലയിലും മാതൃകയാണെന്നുള്ളത്. നമുക്ക് മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് നമുക്കറിയാമെങ്കിൽ അവരെ അങ്ങ് സഹിക്കാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടല്ലേ? നമ്മൾ അറിഞ്ഞുകൊണ്ട് സഹിക്കാൻ അങ്ങനെ ഒരു നല്ല മനസ്സ് നമുക്ക് വേണം. അങ്ങനെ നമ്മൾ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായിത്തീർന്ന് നാം അതിൽ വളരണം. അങ്ങനെയാണ് നമ്മൾ കർത്താവിന്റെ വരവിൽ അവനെ പോലെ ആയിത്തീരുന്നത്. വളരെ വിലപ്പെട്ട സത്യമാകട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തിൽ ദൈവമക്കളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇന്നും നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ശരിയായ ഒരു അറിവില്ലാത്തതുകൊണ്ട് ഞാൻ സേവിക്കുന്നത് എൻ്റെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്, ഈ കർത്താവിനെ നമ്മൾ ഇതുവരെ അറിയേണ്ടവണ്ണം അറിയുന്നുണ്ടോ? അവിടുന്ന് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, അവിടുന്ന് എല്ലാം അറിയുന്നവനാണ്. അവിടുത്തെ മുമ്പിൽ ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ദൈവമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഇത് മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കുവാൻ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ സമയത്തിന്റെ പരിധി കൊണ്ട് ഇവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാണ്. നമ്മളെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമ്മൾ പറയാതെ തന്നെ നമ്മളെ അവിടുന്ന് അറിയുന്നു. നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്തിനു വന്നു എന്ന് കർത്താവിന് അറിയാം. നമ്മൾ അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവ് അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ദൈവമക്കൾക്ക് അനേകം ഉണ്ടായിട്ടുണ്ടാകും. എന്നിട്ടും അവര് ആ അറിവിൽ വർദ്ധിക്കുന്നില്ല. വർദ്ധിക്കണം പ്രിയമുള്ളവരെ. അപ്പോൾ അവിടുന്ന് സർവശക്തനായ ദൈവമായിരിക്കുന്ന പോലെ അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാണ്. തന്നെക്കുറിച്ച് തന്നെ തനിക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു. തൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ അതിൻ്റെ യോഹന്നാൻ 13:1 വായിക്കുമ്പോൾ ഒരുപാട് കാര്യമുണ്ട്. പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാൻ നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ഉണ്ടോ. അപ്പോൾ തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം, തൻ്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യതയോടെയുള്ള ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. താൻ ആ സമയത്തിനെ മനസ്സിലാക്കിയ നീങ്ങിക്കൊണ്ടിരുന്നേ എത്ര വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ചൊരു ശരിയായ ഒരു ബോധ്യം, ഒരു അറിവ് നമുക്കുള്ളത് എത്ര നല്ലതാണ്. എന്നെ കർത്താവ് അറിയാതെ എൻ്റെ ഒരു തലമുടി നാരിഴ പോലും കൊഴിയുന്നില്ല. അവിടത്തേക്ക് എന്നെക്കുറിച്ച് എത്രമാത്രം കരുതലുണ്ട്. എന്നെ നന്നായി അറിയുന്ന ദൈവം, എൻ്റെ സകല ആവശ്യങ്ങളെക്കുറിച്ചും ബോധ്യമുള്ള ദൈവം. അങ്ങനെയുള്ളൊരു ദൈവത്തെ വേണം നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അയ്യോ ദൈവം കാണുന്നില്ല, ദൈവം അറിയുന്നില്ല എന്നൊക്കെ യാക്കോബ് ഒരിക്കൽ ഒരു കംപ്ലൈന്റ് ചെയ്തതാണ്, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയല്ല ദൈവമക്കളെ. അവിടുന്ന് എല്ലാം കാണുന്നു, അവിടുന്ന് എല്ലാം അറിയുന്നു, അവിടുന്ന് എല്ലാം നന്നായി ചെയ്യുന്നു. എപ്പോഴും നമ്മുടെ കർത്തവ്യം ഏതവസ്ഥയിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും കഴിയുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ എന്നെ അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അവിടുന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നു എന്ന ബോധ്യം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണോ നമ്മുടെ കർത്താവിനെ സേവിക്കുന്നത്? നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം. നമുക്കൊരു സ്വയശോധന ചെയ്യാം. എൻ്റെ കർത്താവ് ഇങ്ങനെ സർവജ്ഞാനിയായ ദൈവം എന്നുള്ള അറിവ് എന്നെ ഭരിക്കുന്നുണ്ടോ? ഇത് ദൈവാത്മാവിൽ മാത്രമേ നമുക്കത് ശരിയായി പ്രകാശിപ്പിച്ച് കിട്ടും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായി, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി കർത്താവിനെ എല്ലാ നിലയിലും, നമ്മുടെ സംസാരത്തിലും വിചാരങ്ങളിലും നിരൂപണങ്ങളിലും ആഗ്രഹങ്ങളിലും സകലത്തിലും കർത്താവിനെ മഹത്വപ്പെടുന്നവരായി ജീവിപ്പാൻ ദൈവമായ കർത്താവ് വചനങ്ങളാൽ കേൾവിക്കാരെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.